ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് മാർജിനൽ കോസ്റ്റിങ്ങിലെ തന്നെ ബ്രേക്ക് ഈവൻ ചാർട്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കാനുള്ള ടോപ്പിക്കുണ്ട്. അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് ഏരിയാസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇനി ചില സമയങ്ങളിൽ ബികോം 5th സെം ബികോമിലാണ് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 5th സെം ബികോമിൽ ഇതിൽ നിന്നും എസ് എ ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പല റീസെൻ്റ് ഇയേഴ്സിൽ, വളരെ അടുത്ത സമയങ്ങളിൽ ഇതിൽ നിന്നും കുറച്ച് ടോപ്പിക്ക് ഒന്നിച്ച്, അതായത് ഒരു ഹെഡ് ചോദിക്കാതെ ഒരു 4-5 ഹെഡുകൾ ഒന്നിച്ച് ചോദിച്ച് എസ് എ ക്വസ്റ്റ്യൻസ് പോലും ഈ ഹെഡിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ് സാഹചര്യത്തിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ഉപയോഗയോഗ്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സമയത്ത് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഒരിക്കലും തന്നെ ഒരു നഷ്ടമാവില്ല. കാരണം നമുക്ക് ഹയർ സ്റ്റഡീസിന് പോയാലൊക്കെ തന്നെ ഈ മാർജിനൽ കോസ്റ്റിംഗ് ടോപ്പിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ പഠനം കഴിഞ്ഞാലും, സ്റ്റഡീസ് കഴിഞ്ഞാലും, ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാലും മാർജിനൽ കോസ്റ്റിംഗ് ടെക്നീക്ക് നമ്മുടെ പല മേഖലകളിലും പ്രാക്ടിക്കൽ സൈഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു 1-2 ക്ലാസ്സുകൾ അത്രേ വേണ്ടി വരുള്ളൂ ഈ ടോപ്പിക്ക് അവസാനിക്കും. ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു, ഏറെക്കുറെ ഒരു 95%-96% എടുത്തു കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പ്രോഫിറ്റ് പ്ലാനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ഇപ്പോൾ മനസ്സിലാക്കിയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ പ്രോബ്ലം മനസ്സിലായ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് ബോറടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ അധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു അല്ലേ. അധികം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അടുത്ത ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഇതൊരു പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് താനും. അതുകൊണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ചാപ്റ്റർ കൂടിയാണിത്. ബാക്കിയൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി പ്രോബ്ലംസ് നിർത്തി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തതോടുകൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുള്ള സമയം അവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് അവസാനിപ്പിക്കാൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കിത് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് പ്ലാനിങ്ങിലേക്കും ഗ്രാഫിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 244 244 ഇല്ലസ്ട്രേഷൻ 33 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കുക. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് ഓഫ് എ ഫേം. യൂണിറ്റ് സോൾഡ് 5000 യൂണിറ്റ്സ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹50. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ₹1,50,000. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ₹75,000. കാൽക്കുലേറ്റ് ഫസ്റ്റ് പോയിൻറ്റ് PV ratio, second point break-even point, third margin of safety, fourth point present profit, ഇപ്പോഴത്തെ പ്രോഫിറ്റ്, 5ാമത്തെ പോയിൻ്റ് additional units to be sold to get the same amount of profit if selling price is reduced by 20%. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വരെ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അത്. നേരത്തെ നമ്മൾ 20% ഇൻക്രീസ് സെല്ലിംഗ് പ്രൈസിൽ വരുത്തിയാൽ എന്താണ് പ്രോഫിറ്റ്, 10% റെഡ്യൂസ് ചെയ്താൽ എന്താണ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള വേരിയേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ നമ്മൾ ചെയ്തതാണ്. എങ്കിലും ഇത് കണ്ടപ്പോൾ ഒന്നുകൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രോബ്ലം സെലക്ട് ചെയ്തത്.
അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരുപാട് പോയിൻറ്റ്സ് കണ്ട് കുട്ടികൾ പേടിക്കേണ്ട. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും അറിയാനൊന്നുമില്ല. എങ്കിലും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുമ്പോൾ, മനസ്സിലായല്ലോ, സെയിം പ്രോഫിറ്റ് കിട്ടാൻ എത്ര അഡീഷണൽ യൂണിറ്റ് കൂടി വിൽക്കേണ്ടി വരും? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊരു പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാൻ നമുക്ക് ഇതിൽ ആദ്യം ചോദിച്ചിട്ടുള്ള പി വി റേഷ്യോ ആണ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള പി വി റേഷ്യോ ആണ്. പി വി റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പി വി റേഷ്യോ കാണാൻ നമുക്കറിയാം, ഏറെക്കുറെ എല്ലാവർക്കും ബൈ ഹാർട്ടായിട്ടുണ്ടാവും. C/S/100. ഇനി എന്ത് ചെയ്യണം? സി കാണണം. C = S - V. ഇവിടെ നമുക്ക് യൂണിറ്റ് സോൾഡ്, സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ S = 5,000 യൂണിറ്റ്സ് ഇൻറ്റു ₹50. അപ്പം നമുക്ക് വരുന്നത് 2,50,000. ഇനി വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ സെയിൽസ് 2,50,000, വേരിയബിൾ കോസ്റ്റ് 1,50,000 = 1,00,000. ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. സെയിൽസ് നമുക്കറിയാം 2,50,000 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Therefore പി വി റേഷ്യോ = ഞാനൊന്നുകൂടി ഇവിടെ എഴുതുന്നുണ്ട്. പി വി റേഷ്യോ = കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഹോൾ ഇൻറ്റു 100 = 40%, 40%. ഇതാണ് ആദ്യത്തെ ആൻസർ, 40% ആണ്. ഇതാണ് പി വി റേഷ്യോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BEP ആണ്, ബ്രേക്ക് ഈവൻ പോയിന്റ്. BEP നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ പി വി റേഷ്യോ ഉപയോഗിക്കാം. അപ്പോൾ F/പി വി റേഷ്യോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എടുക്കേണ്ടത്. അല്ല, അത്രേ പറ്റുള്ളൂ. വേറെ ഇക്വേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തെറ്റും. വൈഡായിട്ട് ചെയ്ത് പോകാട്ടോ. മറ്റ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിലേക്ക് എത്തുകയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മുടെ സമയം പോകും. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോർമുലാസ്, ഇക്വേഷൻസ് വേണം ഉപയോഗിക്കാൻ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 75,000 ആണ്. 75,000 ഫിക്സഡ് കോസ്റ്റ്. ഡിവൈഡ് ബൈ പി വി റേഷ്യോ 40% ആണ്. 40 100 = 1,87,500. 1,87,500. റുപ്പീസ് 1,87,500. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എളുപ്പമാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി =
എന്താണ്? പ്രസൻറ്റ് സെയിൽസ് മൈനസ് BEP സെയിൽസ്. പ്രസൻറ്റ് സെയിൽസ് എത്രയാണ്? 2,50,000 ആണ്. 2,50,000. 2,50,000 മൈനസ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1,87,500. ദെൻ ഈസ് ഈക്വൽ ടു 62,500. 62,500. അപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സെയിൽസ് ഓൾറെഡി ഉണ്ടല്ലോ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഉള്ള കാരണം കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ്. മാത്രമല്ല മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്നുള്ളൊരു ഇത് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാം ലാഭവും നഷ്ടമില്ലാത്ത സെയിൽസ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്രയും ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാവില്ല. ഇതുപോലെ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇനി അത് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി മാർജിനാണ്. ബ്രേക്ക് ഈവൻ കഴിഞ്ഞ് ഉള്ള സെയിൽസൊക്കെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഭാഗമാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞുള്ള സെയിൽസ് 1,87,500 ബ്രേക്ക് ഈവൻ പോയിന്റ്. ലാഭവും നഷ്ടമില്ലാത്ത പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 1,87,500 ആണ്. ഇതിനപ്പുറത്തേക്ക് വരുന്നതെല്ലാം എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഭാഗമാണ് സെയിൽസിലുള്ളത് കേട്ടോ. അത്രയാണ് അത് മനസ്സിലാക്കുക നന്നായിട്ട്. ഇത് മനസ്സിലാക്കി ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അല്ലെങ്കിൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ച് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതല്ലേ, സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് അത് പതിയും കേട്ടോ. ഇനി പ്രസൻറ്റ് പ്രോഫിറ്റ് ആണ് 4ാമത്തെ പോയിന്റ്. പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് സെയിൽസിൻ്റെ പ്രോഫിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും അറിയാലോ. പ്രോഫിറ്റ് ഈസിക്കൽ ടു P ഈസിക്കൽ ടു നമ്മളെന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇപ്പോഴത്തെ സെയിൽസ് 2,50,000 ആണ്. ഈ 2,50,000 ആണ് നമ്മുടെ സെയിൽസ്. ആ സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷൻ, ഈ സെയിൽസ് വെച്ചിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 1,00,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 75,000 ആണ്. അപ്പോൾ പിന്നെ ഇത് കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാണ്ട് അപ്ലൈ ചെയ്താൽ മതി. സെയിൽസ് വാല്യൂ വ്യത്യാസം വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 1,00,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 75,000 ആണ്. അപ്പോൾ ഇത് എളുപ്പമായി. ₹25,000. ഇതാണ് നമ്മുടെ അടുത്ത ആൻസർ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായി P ഈസിക്കൽ ടു C മൈനസ് F എന്നാണ് പറയുന്നത്. അതേസമയം പ്രസൻറ്റ് പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹5,00,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ എടുക്കാൻ പറ്റില്ല. 5,00,000 കോൺട്രിബ്യൂഷൻ കാണണം. അത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. സാധാരണ തെറ്റിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് എല്ലാം അറിയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വരേണ്ടതാണ്. പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ അങ്ങനെ തെറ്റിപ്പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ് ആണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിക്വയർഡ് യൂണിറ്റ്സ് ടു ഏൺ ദ പ്രസൻറ്റ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ സൈഡൊന്ന് മാറ്റുന്നുണ്ട് 5ാമത്തെ പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ആൻസറുകൾ ഞാൻ ആ സൈഡ് ആവശ്യമുള്ളപ്പോൾ മാറ്റാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട് 5ാമത്തെ പോയിന്റ്. റിക്വയർഡ് യൂണിറ്റ്സ് to earn the present profit. Present profit
then if selling price is reduced by 20%. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 20% കുറയ്ക്കുകയാണെങ്കിൽ എത്ര യൂണിറ്റ് കൂടുതൽ വിറ്റാലാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രോഫിറ്റ്, ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പ്രോഫിറ്റ് കിട്ടുക, മനസ്സിലായി? ഇപ്പോഴത്തെ പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 25,000 രൂപയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ്. ദെൻ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 50 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 50 രൂപയിൽ നിന്ന് 20% കുറച്ചാൽ നമുക്ക് നോക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അതിൽ ഓൾഡ് സെല്ലിംഗ് പ്രൈസ്, ഓൾഡ് SP ₹50, അല്ലേ? ന്യൂ SP, ഇതാണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. 20% കുറയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ പ്ലസ് അല്ല, മൈനസ് ആണ് കേട്ടോ. -20% ആണ്. അപ്പം 40 രൂപയാണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാ? 5000 ആണ്, അല്ലേ? അപ്പോൾ 5000 × 40, 20, 1, 2, 3, 4, 2 lakh. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഇത് കാണാതെ തന്നെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിൽ പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിക്വയർഡ് യൂണിറ്റ്സ് ടു ബി സോൾഡ്, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. റിക്വയർഡ് യൂണിറ്റ്സ് ടു ബി സോൾഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എത്ര യൂണിറ്റ് വിറ്റാലാണ് നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിക്വയർഡ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ഇസ് ഈക്വൽ ടു എന്താണ്? F+P ഡിവൈഡഡ് ബൈ C പെർ യൂണിറ്റ്. നമ്മൾ നേരത്തെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. കുട്ടികൾക്ക് ഇക്വേഷൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. F+P ഡിവൈഡഡ് ബൈ C പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 75,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 75,000 ആണ്. പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈർഡ് പ്രോഫിറ്റാണ്. നമ്മുടെ ഡിസൈർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് സെയിൽസ്, പ്രസൻറ്റ് പ്രോഫിറ്റ്. ആ പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രോഫിറ്റാണ് നമ്മുടെ ഡിസൈർഡ് പ്രോഫിറ്റ്. അപ്പോൾ 75,000 പ്ലസ് F+Pയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 ഹോൾ ഡിവൈഡഡ് ബൈ C പെർ യൂണിറ്റ്. C പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പുതിയ C പെർ യൂണിറ്റ് ആണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 40 രൂപയാണ്. ദെൻ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെല്ലിംഗ് പ്രൈസ് S-V ആണ് വേണ്ടത്. S-V ആണല്ലോ കോൺട്രിബ്യൂഷൻ. S എന്ന് പറയുന്നത് 40 രൂപയാണ്, അല്ലേ? V എങ്ങനെ കിട്ടുക? V നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് 1,50,000 രൂപയാണ്. ഇതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടല് 1,50,000. അത് എത്ര യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്? 5000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? 1,50,000 ഡിവൈഡഡ് ബൈ 5000. അപ്പോൾ ഇവിടെ 3 എത്രയാണ് വരിക? 30 രൂപ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? 30 രൂപ. സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാ? SP പെർ യൂണിറ്റ് എത്രയാ? 40 രൂപ. അപ്പോൾ S-V എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് എഴുതും? 40 - 30. ഞാനിത് മാറ്റുന്നുണ്ട് കേട്ടോ. 40 - 30 അപ്പോൾ തന്നെ നമുക്ക്
1,00,000 ഡിവൈഡഡ് ബൈ 10 ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. എത്രയാണ്? 10,000 യൂണിറ്റ്സ്, 10,000 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ടില്ല, ഒരു പ്രധാനപ്പെട്ട സബ് ആൻസർ ആയിട്ടുള്ളൂ. അപ്പോൾ 10,000 യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പ്രസൻറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഈ പി എന്ന് പറയുന്നത് ഡിസൈഡ് പ്രോഫിറ്റാണ് അല്ലേ. 10,000 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോഴത്തെ സെയിൽസ് എത്രയാ? പ്രസൻറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു 5,000 യൂണിറ്റ്സ് അല്ലേ. 5,000 യൂണിറ്റ്സ് ആണ് പ്രസൻറ്റ് സെയിൽസ്. നമുക്ക് വേണ്ട സെയിൽസ് എത്രയാ അല്ലേ? ബഡ്ജറ്റഡ് സെയിൽസ് ഫോർ എത്ര പ്രോഫിറ്റാ? 25,000 റുപ്പീസ്. 25,000 പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,000 യൂണിറ്റ്സ്. Therefore, additional units required is equal to 10,000 minus 5,000 is equal to 5,000 units. അപ്പോൾ 5,000 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോഴത്തെ പ്രോഫിറ്റ് കിട്ടും. എത്ര കുറച്ചാലും സെല്ലിംഗ് പ്രൈസിൻ്റെ 20% കണ്ട് കുറച്ചാൽ നമുക്ക് ഇരട്ടി യൂണിറ്റ് വിറ്റാലേ ഇപ്പോഴത്തെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ 50 രൂപയിൽ നിന്ന് 20% പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ എത്ര യൂണിറ്റ് അധികം വിൽക്കേണ്ടി വരും? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പല രീതിയിലൊക്കെ പോവും, പല ഇക്വേഷൻസൊക്കെ തേടി പോവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെച്ച് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് യൂണിറ്റ്സ് ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ടു ബി സോൾഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. അതാണ് ഇവിടെ, ഞാനത് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ടു ബി സോൾഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. എത്ര ഡിസൈഡ് പ്രോഫിറ്റ്? ₹25,000. അപ്പോൾ 25,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് വിൽക്കണം? അതാണ് പോയിന്റ് അല്ലേ. എത്ര യൂണിറ്റ് വിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F+P / C per യൂണിറ്റ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ C per യൂണിറ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് 10,000 യൂണിറ്റ് എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോഴത്തെ സെയിൽസ് 5,000 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ അഡീഷണലായിട്ട് എത്ര യൂണിറ്റ് വിൽക്കണം? 10,000-ൽ നിന്ന് 5,000 കുറച്ചാൽ നമുക്ക് എന്ത് വേണം? 5,000 യൂണിറ്റ് കൂടി അല്ലേ. 20% റേറ്റ് കുറച്ചപ്പോൾ ഇരട്ടി സെയിൽസ് നടത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതേ സെയിം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് പ്രോഫിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പ്ലാൻ ചെയ്യാം. ഫ്യൂച്ചർ ഓപ്പറേഷൻസിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അതായത് കോസ്റ്റിലും വോളിയത്തിലുള്ള വ്യത്യാസങ്ങൾ, ചേഞ്ചസ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് ലെവൽസിലുള്ള പ്രോഫിറ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് ഒപ്റ്റിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാം, ഇതിനെയാണ് നമ്മളിവിടെ പ്രോഫിറ്റ് പ്ലാനിംഗ് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ഇൻ പ്രോഫിറ്റ് പ്ലാനിംഗ്. Profit planning relates to planning the future operations of a business so as to attain maximum profit. Profit is influenced by changes in cost, selling price and volume of sales. അപ്പോൾ CVP അനാലിസിസ് കൃത്യമായിട്ട്
അക്യുറേറ്റ് ആയിട്ടും നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമാണ്, വിലയിരുത്തിയാൽ മാത്രമാണ് ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിലുള്ള പ്രോഫിറ്റ് പ്ലാനിങ് നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇനി നമുക്ക് പ്രോഫിറ്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് പേജ് നമ്പർ 245 ഇല്ലസ്ട്രേഷൻ 34 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ് സെൽ ദ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് മാർക്കറ്റ്. മനസ്സിലായല്ലോ? രണ്ട് കമ്പനികൾ ഒരേ ടൈപ്പ് പ്രോഡക്റ്റ് ഒരേ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഓഫ് ടു കമ്പനീസ് ഫോർ ദി ഇയർ എൻഡിങ് 31 December 2019 ആർ ഗിവൺ ബിലോ. രണ്ട് കമ്പനികളുടെയും തന്നിട്ടുണ്ട്. സെയിൽസ് രണ്ട് കമ്പനികളുടെയും തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം S-V ആണ് കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റും തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു സ്മോൾ ലെറ്റർ എ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു കാൽക്കുലേറ്റ് PV റേഷ്യോ ഓഫ് ഈച്ച് ബിസിനസ്. ഓരോ ബിസിനസ്സിൻ്റെയും PV റേഷ്യോ കാണണം. 2 ബി പോയിൻ്റ് കാൽക്കുലേറ്റ് BEP ഓഫ് ഈച്ച് ബിസിനസ്. രണ്ട് ബിസിനസ്സിൻ്റെയും BEP കാണണം. സി പോയിൻ്റ് കാൽക്കുലേറ്റ് ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ഈച്ച് ബിസിനസ് വിൽ ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് വേണം? ഡി പോയിൻ്റ് സ്റ്റേറ്റ് വിച്ച് ബിസിനസ് ഈസ് ലൈക്ലി ടു ഏൺ ഹയർ പ്രോഫിറ്റ്സ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഹെവി ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ദെൻ ലോ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. അതായത് ഡി പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഹെവി ഡിമാൻഡ് വരുമ്പോൾ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി, ലോ ഡിമാൻഡ് വരുമ്പോൾ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. കൃത്യമായിട്ട് ബിസിനസ് അനാലിസിസ് നടത്താൻ അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉതകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. പ്രോബ്ലം സൈഡ് ഒന്നും നമുക്ക് നോക്കാനില്ല. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ മെത്തേഡാണ്, യാതൊരു മാറ്റവും. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണോ, അതായത് PV റേഷ്യോ കാണുക, അതുപോലെ തന്നെ BEP കാണുക, അങ്ങനെ കണ്ടുപോകാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെയില്ല. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കുക. പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന്, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉതകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ആ മെത്തേഡിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് പ്ലാനിങ് എങ്ങനെയാണ്, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ്, നമ്മുടെ സെയിൽസ് പ്ലാൻ എങ്ങനെയാണ്, ഡിമാൻഡ് വരുമ്പോൾ എന്താണ് അവസ്ഥ, ലോ ഡിമാൻഡ് വരുമ്പോൾ എന്താണ് അവസ്ഥ, അതല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് മാർക്കറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രോഡക്റ്റിനാണ്, ഏത് കമ്പനിക്കാണ് പ്രോഫിറ്റബിലിറ്റി, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഈ പ്രോഫിറ്റ് പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് PV റേഷ്യോ ആണ്. അപ്പോൾ പോയിൻ്റ് ഇടുക, PV റേഷ്യോ ഈസ് ഈക്വൽ ടു C/S × 100. ഇതിൽ ഒന്നും വലിയ സ്പെഷ്യാലിറ്റി ഇല്ല. കാരണം ഇത് രണ്ട് കമ്പനിയുടെയും കാണണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ കമ്പനിയുടെ PV റേഷ്യോയിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട് അല്ലേ, 60,000. ആദ്യത്തെ കമ്പനി എക്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ എക്സ് ലിമിറ്റഡിനെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 3 lakh ആണ്. ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഇത് 20%, 20% ആണ്. ദെൻ അടുത്ത് Y ലിമിറ്റഡ്. ഞാൻ ടെക്സ്റ്റിൽ ചെയ്ത പോലെ അങ്ങനെ കോളം വരച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. കോളം വരച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി വലിയ ബോർഡ് വേണം. പിന്നെ കോളം വരച്ച് ചെയ്യണമെന്നുള്ള അത്യാവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇങ്ങോട്ട് നീക്കി എഴുതുന്നുണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അത് വേണ്ടി വന്നാലോ 20%.
വൈ ലിമിറ്റഡിന് അതിനും എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ, ഇങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അവിടെ സി എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh ഡിവൈഡ് ബൈ 3 lakh. വൺ തേർഡ്. അപ്പോൾ ഇവിടെ 33 ആൻഡ് 1/3%. ഇവിടേക്ക് നീക്കി എഴുതി വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. 33 ആൻഡ് 1/3%. അടുത്ത ബി പോയിന്റ്. ബി പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബി പി ഈസ് ഈക്വൽ ടു പി വി റേഷ്യോ ഉള്ളതല്ലേ, എഫ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട് 30ഉം 70ഉം. അപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡിൻ്റെ $30,000 ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് 20%. ഇനി വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന് 70,000 ആണ്. $33.33 അല്ലെങ്കിൽ 1/3 100 is equal to rupees 2,10,000. പി വി റേഷ്യോ കഴിഞ്ഞു, സോറി ബി പി കഴിഞ്ഞു. അടുത്ത സെയിൽസ് വോളിയം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സി പോയിന്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ഈച്ച് ബിസിനസ് വിൽ ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. നേരത്തെ നമ്മൾ ചെയ്തില്ലേ. സി പോയിന്റ് സെയിൽസ് വോളിയം required to earn a profit of 10,000. അതായത് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് നടത്തണം, അതാണ് ക്വസ്റ്റ്യൻ. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടന്നാലാണ് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുക? നമ്മുടെ നേരത്തെ സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാതെ റിക്വേർഡ് വോളിയം അല്ലെങ്കിൽ റിക്വേർഡ് സെയിൽസ് ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. റിക്വേർഡ് സെയിൽസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി വീണ്ടും ഇത് മുഴുവൻ എഴുതണ്ടല്ലോ. റിക്വേർഡ് സെയിൽസ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് പ്ലസ് പി. ഈ പി എന്ന് പറയുന്നത് ഡിസൈഡ് പ്രോഫിറ്റ് ആണ്. എന്താണ് ഡിസൈഡ് പ്രോഫിറ്റ്? എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് പി ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് നടത്തണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് നടത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇക്വേഷനാണ് എഫ് പ്ലസ് പി ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇതിൽ പി എന്ന് പറയുന്നത് ഡിസൈഡ് പ്രോഫിറ്റ് ആണ്. ഇവിടുത്തെ ഡിസൈഡ് പ്രോഫിറ്റ് 10,000 രൂപയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും കാണണ്ടേ. എക്സ് ലിമിറ്റഡ് ഈസിക്കൽ ടു എക്സ് ലിമിറ്റഡിൻ്റെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 റുപ്പീസാണ്. 30,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഇതാണ് 10,000 ആണ്. രണ്ട് കമ്പനിക്ക് അത് തന്നെ 10,000 ഹോൾ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇയാളുടെ എത്രയാ? ഈ എക്സിൻ്റെ 20% ആണ്.
ഇങ്ങനെയാണ് വരിക. അപ്പോൾ 30,000 പ്ലസ് 10,000 40,000 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 അങ്ങനെയാണ് വരിക. ഈസ് ഈക്വൽ ടു റുപ്പീസ് 2 lakh. റുപ്പീസ് 2 lakh ആണ്, അല്ലെങ്കിൽ റുപ്പീസ് 2 lakh സെയിൽസ് ഉണ്ടെങ്കിൽ എക്സ് ലിമിറ്റഡിന് എന്ത് കിട്ടും? 10,000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ വൈ ലിമിറ്റഡിൻ്റെ കാണാം. വൈ ലിമിറ്റഡ് ഈസ് ഈക്വൽ ടു വൈ ലിമിറ്റഡിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഫിക്സഡ് കോസ്റ്റ് കൂടുതലാണ് വൈ ലിമിറ്റഡിന്, 70,000 രൂപയാണ്. പ്ലസ് 10,000 ഡിവൈഡ് ബൈ 33 കൊണ്ട് 1/3 എന്ന് എഴുതാം, 33.33 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്തായാലും 33 ആൻഡ് 1/3% അല്ലെങ്കിൽ 33.33%. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ റുപ്പീസ് 2,40,000. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ വൈ ലിമിറ്റഡിനെ 2,40,000 രൂപയുടെ സെയിൽ നടത്തണം. അതേസമയം എക്സ് ലിമിറ്റഡിനെ 2 ലക്ഷം രൂപയുടെ സെയിൽ നടത്തിയാൽ തന്നെ 10,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഡി പോയിൻ്റ് ആണ്. ABCD. ഡി പോയിൻ്റ് സ്റ്റേറ്റ് വിച്ച് ബിസിനസ് ഈസ് ലൈക്ലി ടു ഏൺ ഹയർ പ്രോഫിറ്റ്സ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഹെവി ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ ലോ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹയർ പ്രോഫിറ്റ് ഇൻ ഹെവി ഡിമാൻഡ്. അപ്പം ഇത് നമുക്ക് വർക്ക് ചെയ്യാനൊന്നുമില്ല. മനസ്സിലായോ? വർക്ക് ചെയ്യാനില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെവി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് കൂടും? സെയിൽസ് കൂടും. സെയിൽസ് കൂടുമ്പോൾ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് PV റേഷ്യോ ഹയർ ആയിട്ടുള്ള, വെൻ ഡിമാൻഡ് ഇൻക്രീസ് എന്താണ്? PV റേഷ്യോ ഹയർ ആയിട്ടുള്ള കമ്പനിക്കാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക. നമുക്കറിയാലോ, PV റേഷ്യോ കൂടുതലാവാന്ന് പറഞ്ഞാൽ PV റേഷ്യോ എന്ന് പറയുന്നത് എന്താ? PV റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അതായത് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ? അപ്പോൾ സെയിൽസിൻ്റെ 33.33 ആണ് വൈക്ക്. അതേസമയം എക്സിന് എത്രയേ ഉള്ളൂ? 20% ഉള്ളൂ. അപ്പോൾ വൈക്കാണ് കോൺട്രിബ്യൂഷൻ കൂടുന്നത്. കോൺട്രിബ്യൂഷൻ കൂടുന്തോറും എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റാണ്, അത് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ എന്താണ് കൂടുക? പ്രോഫിറ്റാണ് കൂടുക. അപ്പോൾ ഹെവി ഡിമാൻഡുള്ള ഒരു സമയത്ത് ഏത് കമ്പനിക്കാണോ കൂടുതൽ PV റേഷ്യോ ആ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാനത് എഴുതുന്നില്ല ഇവിടെ, അത് പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഹെവി ഡിമാൻഡ് ഉള്ളപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ആരെയാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഹെവി ഡിമാൻഡ്, ഹയർ പ്രോഫിറ്റ് കിട്ടുക ഹെവി ഡിമാൻഡ് ഉള്ളപ്പോൾ ആർക്കാണ്? വൈ ലിമിറ്റഡിനാണ് ഹയർ പ്രോഫിറ്റ് കിട്ടുക. ബിക്കോസ് വൈ ലിമിറ്റഡിനാണ് എന്ത് കൂടുതൽ? PV റേഷ്യോ 33 ആൻഡ് 33 ആൻഡ് 1/3% കൂടുതലാണ്, അല്ലെങ്കിൽ അത്രയും PV റേഷ്യോ ഉണ്ട്. ദെൻ എക്സ് ലിമിറ്റഡിന് എത്രയേ ഉള്ളൂ? 20% ഉള്ളൂ കേട്ടോ. അത് ഒന്നാമത്തെ കേസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ വൈ ലിമിറ്റഡിനാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു എക്സ് ലിമിറ്റഡിനേക്കാളും. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ഡിമാൻഡാണ്. ലോ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ ലോ ഡിമാൻഡുള്ള അല്ലെങ്കിൽ എന്താണ് ഹയർ പ്രോഫിറ്റ് തന്നെ ലോ ഡിമാൻഡ്.
ഈ ലോ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് കുറയുമ്പോൾ സെയിൽസ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ സെയിൽസ് കുറയും. സെയിൽസ് കുറയുമ്പോൾ എന്ത് കുറയും? കോൺട്രിബ്യൂഷൻ കുറയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കോൺട്രിബ്യൂഷൻ കുറയും. കോൺട്രിബ്യൂഷൻ കുറയുമ്പോഴും നമുക്ക് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആണ് അല്ലേ. അപ്പോൾ ഡിമാൻഡ് കുറയുന്ന സമയത്ത് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ BEP ഉള്ള കമ്പനിക്കാണ് എന്ത് കിട്ടുക? കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ലോ ഡിമാൻഡ് ഉള്ള സമയത്ത് സെയിൽസ് കുറവായിരിക്കും. സെയിൽസ് കുറയുന്ന സമയത്ത് നമുക്കറിയാം സെയിൽസ് കുറയുകയാണെങ്കിൽ എന്താണ്? PV റേഷ്യോ കുറവുള്ള ലോ റേഷ്യോ ഉള്ള കമ്പനിക്കാണ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക. അപ്പം ലോ ഡിമാൻഡ് ഉള്ള സമയത്ത് ആർക്കാണ്? എസ് ലിമിറ്റഡിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുക. ആർക്കാണ്? എസ് ലിമിറ്റഡിനാണ്. കാരണം എസ് ലിമിറ്റഡിനാണ് കുറവ് എന്ത് വരുന്നത്? എക്സ് ലിമിറ്റഡാണ്. എക്സ് ലിമിറ്റഡിനാണ് എന്ത് വരുന്നത്? കുറവ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ്? PV റേഷ്യോ വരുന്നത്. അപ്പോൾ കുറവ് ലോ ഡിമാൻഡ് വരുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കണം, മനസ്സിൽ ഓർത്ത് വയ്ക്കണം. ലോ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് PV റേഷ്യോ ലോവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറവുള്ള കമ്പനിക്കാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. ഹൈ ഡിമാൻഡാണ്, ഹെവി ഡിമാൻഡാണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PV റേഷ്യോ കൂടുതലുള്ള കമ്പനിക്കാണ് കൂടുതൽ എന്തുണ്ടാക്കാൻ സാധിക്കുക? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലേക്ക്, പ്രോബ്ലത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എങ്ങനെയാണ് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നതെന്നൊക്കെ പഠിക്കാനും പറ്റും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു PV ഗ്രാഫ്, പ്രോഫിറ്റ് വോളിയം ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. അത് ഒരു ക്ലാസ്സിലേക്ക് കഷ്ടിയായിരിക്കും, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു ക്ലാസ് PV ഗ്രാഫ് അധികം മാത്രം സമയം വേണ്ടി വരില്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.